ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ ഹീറോ ആയേക്കാമായിരുന്ന നടനായിരുന്നു ഉദയ് കിരൺ. വിജയവാഡയിലെ വി.കെ. മൂർത്തിയുടെയും നിർമ്മലയുടെയും മകനായി 1980 ജൂൺ 26 ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉദയ് കിരൺ ജനിച്ചത്. എ.വി. പിക്കറ്റ് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം സെക്കന്ദരാബാദിലെ വെസ്ലി ഡിഗ്രി കോളേജിൽ നിന്ന് ബിരുദം നേടി. അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനും ഒരു മൂത്ത സഹോദരിയുമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു. വിജയവാഡയിൽ ജനിച്ചു വളർന്ന ഉദയ് കിരണിന് സിനിമാ ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. മോഡലിംഗിലാണ് ഉദയ് കിരൺ തുടക്കം കുറിക്കുന്നത്. തെലുങ്ക് സിനിമാ രംഗത്ത് തുടക്കകാലത്ത് തന്നെ ഉദയ് കിരണിന് ഭാഗ്യം തെളിഞ്ഞു. തുടരെ ഇദ്ദേഹത്തിൻ്റെ 3 സിനിമകൾ ഹിറ്റായി. 3ഉം പ്രണയകഥകളായിരുന്നു. ഇതോടെ റൊമാൻറ്റിക് ഹീറോയായി 2000ൻ്റെ തുടക്ക വർഷങ്ങളിൽ ഉദയ് കിരൺ സെൻസേഷൻ സൃഷ്ടിച്ചു. ഹിറ്റുകളുടെ വലിയൊരു നിര തന്നെ സൃഷ്ടിച്ച് ഉദയ് കിരൺ മുന്നോട്ടു പോയി. കുടുംബവാഴ്ച കൊടികുത്തി വാഴുന്ന തെലുങ്ക് സിനിമാ ലോകത്താണ് ഉദയ് കിരൺ തരംഗമായതെന്ന് ശ്രദ്ധേയമാണ്. എന്നാൽ അപ്രതീക്ഷിതമായ വീഴ്ച ഉദയ് കിരണിന് സംഭവിച്ചു. വ്യക്തിജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇതിന് കാരണമാണ്. ഒരു ജേർണലിസ്റ്റുമായി പ്രണയത്തിലായിരുന്നു ഉദയ് കിരൺ. എന്നാൽ ഈ പ്രണയബന്ധം മുന്നോട്ടു പോയില്ല. ഇതിൽ ഏറെ വിഷമിച്ച ഉദയ് കിരണിനെ പ്രമുഖ താരം ചിരഞ്ജീവി ആശ്വസിപ്പിച്ചു. ഉദയ് കിരണിനെ അടുത്തറിയാവുന്ന ചിരഞ്ജീവി പിന്നീട് തൻ്റെ മകൾ സുഷ്മിതയുമായി ഉദയ് കിരണിൻ്റെ വിവാഹനിശ്ചയം ഉറപ്പിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഉദയ് കിരണിൻ്റെ സഹോദരി ശ്രീദേവി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ചിരഞ്ജീവി ഗാരുവാണ് സഹോദരന് മുന്നിൽ ഇങ്ങനെയൊരു പ്രപ്പോസൽ വെച്ചത്. എന്നാൽ വിവാഹനിശ്ചയത്തിനു ശേഷം തങ്ങൾ തമ്മിൽ ചേരില്ലെന്ന് ഉദയ് കിരൺ മനസ്സിലാക്കി. വിവാഹം വേണ്ടെന്ന് വെച്ചത് സഹോദരൻ്റെ തീരുമാനമായിരുന്നെന്നും 2017 നൽകിയ അഭിമുഖത്തിൽ ഉദയ് കിരണിൻ്റെ സഹോദരി വെളിപ്പെടുത്തി. ചിരഞ്ജീവി നല്ല വ്യക്തിയാണെന്നും സഹോദരി അന്ന് വ്യക്തമാക്കി. 2012 ഉദയ് കിരൺ വിവാഹിതനാകുന്നത്. വിശിഷ്ട എന്നാണ് ഭാര്യയുടെ പേര്. ഇതിനിടെ കരിയറിൽ വലിയ തകർച്ച ഉദയ് കിരണിന് വന്നിരുന്നു. മുൻനിര നായക സ്ഥാനം ഉദയ് കിരണിന് നഷ്ടപ്പെട്ടു. 2014 ഉദയ് കിരൺ ഹൈദരാബാദിൽ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. സംശയാസ്പദമായ മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് പുറത്തുവന്ന വിവരപ്രകാരം സാമ്പത്തിക പ്രതിസന്ധികൾ ഉദയ് കിരണിനെ ബാധിച്ചിരുന്നു. 1 വർഷത്തോളമായി ഇക്കാരണത്താൽ നടൻ ഡിപ്രഷനിലുമായിരുന്നു. മരിക്കുന്ന സമയത്ത് നടന് കരിയറിൽ പഴയ താരത്തിളക്കം ഉണ്ടായിരുന്നില്ല. തെലുങ്ക് സിനിമാ ലോകം അടക്കി വാഴുന്ന 4 സിനിമാ കുടുംബങ്ങൾ ഉദയ് കിരണിൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അക്കാലത്ത് വന്നിരുന്നു. ഉദയ് കിരണിൻ്റെ ആദ്യത്തെ 3 ചിത്രങ്ങളായ ചിത്രം, നുവ്വു നീനു, മനസന്ത നുവ്വെ എന്ന തെലുങ്കിലെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. കമൽഹാസന് ശേഷം ഫിലിംഫെയർ അവാർഡ് കിട്ടുന്ന പ്രായം കുറഞ്ഞ നടൻ കൂടിയാണ് ഉദയ് കിരൺ. നുവ്വു നീനു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2011 മികച്ച തെലുങ്ക് നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഉദയ് കിരണിന് ലഭിച്ചത്.